വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോഴേ കഴിഞ്ഞ ഒരു 3-4 വീഡിയോ ആയിട്ട് നമ്മളിങ്ങനെ കാര്യമായിട്ടിരുന്ന് കത്തി വെക്കുന്ന, അതായത് ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 3-3.5 മാസമായിട്ട് ഞാൻ പറയാതിരുന്നിരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അന്ന് പ്ലാൻ ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതൊക്കെയാണ് കഴിഞ്ഞ ഒരു 3-4 വീഡിയോസായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിരുന്ന് ഈ കത്തി വെക്കേണ്ടി വരുന്നത്. പക്ഷെ തൽക്കാലം ഈ ഒരു വീഡിയോയുടെ കൂടെ നമുക്ക് ഇരുന്ന് വർത്താനം പറയുന്ന ഈ ഒരു വീഡിയോ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. തൽക്കാലത്തേക്ക് നമുക്ക് കുറച്ചിനി ആക്റ്റീവായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത വീഡിയോസ് തൊട്ട് തുടങ്ങാം കേട്ടോ. പക്ഷേ ഇന്നത്തെ ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് ഇരുന്ന് വർത്താനം പറഞ്ഞാലാണ് അതിൻ്റെ ഒരു സീരിയസ്നെസ്സിൽ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ സീരിയസ്നെസ് വേണ്ട, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ വേണ്ടി പോകുന്നതെന്നുള്ളത്. എൻ്റെ PCOS ട്രീറ്റ്മെൻറ്റും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നെങ്കിൽ അത് എത്ര എഫക്റ്റീവ് ആയിരുന്നു എനിക്ക് കൺസീവ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാര്യമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി സമയം കളയണ്ട, നമുക്ക് ഒരു കാര്യം കൂടെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. സെക്കൻഡ് ഹാഫിൽ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു, എൻ്റെ 3 മാസം ഇപ്പോൾ കഴിഞ്ഞല്ലോ, ഞാനിപ്പോൾ 4th മന്ത് കഴിയാനായി ഓൾമോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 3 മാസം എനിക്ക് എങ്ങനെയുണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പഠിച്ചതെന്നുള്ളതും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ കുറച്ച് പറ്റുന്നത് പോലെ കുറച്ച് ബിറ്റ്സ് ആൻഡ് ക്ലിപ്സ് ഒക്കെ നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തും കൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനി സമയം കളയണ്ട, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടായിരിക്കും, എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വൈക്കത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നലെ വൈകുന്നേരം അച്ഛൻ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ഒരു 2 വീട് അപ്പുറമുള്ള ഒരു വീടുണ്ട്, അവിടെ ഒരാൾ കുറച്ചധികം കാലമായിട്ട് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സ്ട്രഗ്ലിങ്ങും അതിൻ്റെ മുകളിൽ അവർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എങ്ങനെയെങ്കിലും ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒക്കെ നമ്മളിങ്ങനെ അറിയുന്ന കാര്യമാണ്. അത് നമ്മളൊന്നും കൂടെ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അവർക്ക് ഒരു ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് അവർക്ക് ഇനി ജീവിതത്തിലോട്ട് തിരിച്ചു വരാനുള്ള അവസാന ഒരു കാര്യമായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാലം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവരുടെ ഫാമിലിയും തൊട്ടടുത്തുള്ള ആൾക്കാരും എല്ലാവരും സഹായിച്ച് അവർ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് വലിയൊരു തുകയുടെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളെക്കൊണ്ട് എല്ലാവരും പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ചെറുതാണെന്ന് വിചാരിക്കുന്ന ചെറിയ എമൗണ്ടും ചിലപ്പോൾ അവർക്കൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ നമ്മളെക്കൊണ്ട് എല്ലാവരെക്കൊണ്ടും പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു അവസരമായിരിക്കും അത്. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ അച്ഛൻ പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളത് നമുക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് സഹായിക്കാനും കൂടെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ വളരെ ജെനുവിൻ ആയിട്ടുള്ളൊരു കേസാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു കേസാണ്. സാധാരണ സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സംശയം തോന്നുക, ഇത് ജെനുവിൻ ആണോ ശരിയാണോ എന്നൊക്കെ അല്ലേ. അപ്പം നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് വളരെയധികം ജെനുവിൻ ആയിട്ടുള്ളൊരു കേസാണ്. അവരെ ഇപ്പോൾ ശരിക്കും ഫിനാൻഷ്യലി സഹായം ആവശ്യമുള്ള ഒരു വഴി കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് എല്ലാവരെക്കൊണ്ടും പറ്റുന്ന സഹായം ചെയ്യുകയാണെങ്കിൽ വലിയൊരു കാര്യമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണമെന്ന് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. PCOS. 2021 എനിക്ക് ആദ്യമായിട്ട് PCOS ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നതിന് ശേഷം നാട്ടിൽ പോകുന്ന ഒരു 3 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു കേട്ടോ. അതായത് കൊറോണയുടെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഒപ്പം വിഷ്ണുവിന് ജോലി മാറുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ ജോലി കണ്ടുപിടിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ ഒരു 3 വർഷം എങ്ങനെയൊക്കെയോ നമ്മൾ ജീവിതം ഒന്ന് റെയിലിൽ കയറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞ് ഒരു 3 വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോയി ഒരു 5 ആഴ്ച നാട്ടിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ പീരിയഡ്സിൽ മാരകമായ കുറേ പ്രശ്നങ്ങൾ കാണുന്നുണ്ടായിരുന്നു. മാരകം എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം നിയർ ടു ഒരു 3 months എനിക്ക് പീരിയഡ്സ് ഉണ്ടായിരുന്നില്ല.
അതിൻ്റെ ഒപ്പം ഹൈ മൂഡ് സ്വിങ്സും ഫീൽ ചെയ്യുക, ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, ഭയങ്കരമായിട്ട് വിഷമം വരിക, ഭയങ്കരമായിട്ട് കരച്ചിൽ വരിക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളിലൂടെ ആയിട്ടൊരു 3 മാസം കടന്നുപോയി. 3 മാസമൊക്കെ നമ്മൾ പ്രഗ്നൻ്റ് 3 മാസമൊക്കെ നമുക്ക് എന്താ പറയുക പീരിയഡ്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് തോട്ട് വരിക നമ്മൾ ഇനി പ്രഗ്നൻ്റ് ആണോ എന്നുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എടുത്തു. പ്രഗ്നൻസി ടെസ്റ്റിൽ നെഗറ്റീവ് ആയിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് പീരിയഡ്സ് ആവുന്നില്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയത് കാരണം നമ്മൾ വിചാരിച്ചു നമുക്ക് GP ഒന്ന് കാണിക്കുക എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ 1-2 തവണ ഞാൻ GP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ആരാണ് ഈ GP എന്ന്. GP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി ഡോക്ടർ പോലെയെന്നൊക്കെ പറയാം കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൈമറി കോണ്ടാക്ട് പോയിന്റ് ആണ് GP. GPയുടെ അടുത്ത് ചെന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് GPക്ക് തോന്നുക ഇതൊരു നെസസറി ആയിട്ടുള്ള കാര്യമാണ്, കുറച്ചും കൂടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ചെക്ക് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിലാണ് GP നമ്മളെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോട്ട്, അതായത് ഇപ്പോൾ കാർഡിയോളജിസ്റ്റ്, ഗൈനക്കോളജിസ്റ്റ് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ അടുത്തോട്ട് നമ്മൾ അയക്കാം. അപ്പോൾ ആദ്യം ഞാൻ GPയുടെ അടുത്ത് പോയി എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞു. എനിക്ക് പീരിയഡ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് GPയുടെയും ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്നുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചില പ്രഗ്നൻസി കിറ്റ് പ്രോപ്പറായിട്ട് കാണിക്കാത്തതാണോ എന്നുള്ള സംശയം ഒന്ന് തീർക്കാൻ വേണ്ടി ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു. ബ്ലഡ് ടെസ്റ്റിലും പ്രഗ്നൻസി നെഗറ്റീവ് ആയിരുന്നു. എന്നാൽ പിന്നെ നമുക്കൊരു സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക എന്നുള്ള പെട്ടെന്നുള്ളൊരു സജഷൻ GPയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമുക്ക് GPനെ കൺവിൻസ് ചെയ്യാനും അവിടുന്ന് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോട്ട് പോകാനും ഒക്കെ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാനൊരു യങ് ലേഡി ആയത് കാരണം എനിക്കൊരു പ്രഗ്നൻ്റ് ആവണം എന്ന് ആഗ്രഹമുള്ള, ഫ്യൂച്ചറിൽ ആഗ്രഹമുള്ള ഒരാളും ആവുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ പെട്ടെന്ന് തന്നെ എന്നെ ഒരു ഗൈനക്കോളജിസ്റ്റ് എടുത്തിട്ട് റെഫർ ചെയ്തു. പെട്ടെന്ന് റെഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഏകദേശം ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ഒരു 4 ആഴ്ച വരും. അതിനുശേഷം ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങോട്ട് നമ്മൾ പോയി. ഇവിടെ ഡച്ചിൽ ഗൈനക്കോളജിക്ക് ഗൈനക്കോളഹി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ ഗൈനക്കോളഹിയിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. നമ്മൾ അങ്ങോട്ട് പോയി. അവിടുന്ന് അൾട്രാസൗണ്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അങ്ങനെ അവർ കൺഫേം ചെയ്തു എനിക്ക് PCOS ആണെന്നുള്ളത്. PCOSും PCODയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കാര്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം PCOD ആണോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഡോക്ടർക്ക് PCOD എന്നുള്ളൊരു ടേമേ അവർക്ക് വലിയൊരു സുപരിചിതമായിരുന്ന ടേമായിരുന്നില്ല. അവർക്ക് PCOS ആണ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ മേ ബി നമ്മുടെ നാട്ടിൽ PCOD എന്ന് പറയുന്നത് തന്നെ ആയിരിക്കാം ഇവിടുത്തെ PCOS. അപ്പോൾ PCOS ആണ് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് എനിക്ക് പീരിയഡ്സ് ആവാതിരുന്നിരുന്നത് എന്നുള്ളത്. അതിനുശേഷം അൾട്രാസൗണ്ടിന് ശേഷം നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു ഡിസ്കഷൻ റൗണ്ട് ഉണ്ടായിരിക്കുമല്ലോ. ആ ഡിസ്കഷൻ റൗണ്ടിൽ ഫസ്റ്റ് എന്നോട് ഡോക്ടർ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് സൂൺ ടു ബി അല്ലെങ്കിൽ നമുക്ക് സൂൺ ടു ബി പേരൻസ് ആവാനുള്ള വല്ല പ്ലാനും ഉണ്ടോ എന്നുള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു നമുക്കിപ്പോൾ പെട്ടെന്നൊരു പ്ലാൻ ഇല്ല, നമുക്ക് എന്താ പറയുക പേരൻസ് ആവണം എന്നുള്ളത്. പക്ഷെ ഫ്യൂച്ചറിൽ പേരൻസ് ആവണം എന്ന് ആഗ്രഹമുള്ള കപ്പിളാണ് നമ്മൾ. ആ ഒരു സമയത്ത് നമുക്ക് ഡോക്ടറുടെ നിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് ഭയങ്കര എന്താ പറയുക റിലാക്സിങ് അല്ലെങ്കിൽ കൂളായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പുള്ളി പറഞ്ഞു PCOS എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരുപാട് പേരുടെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് എനിക്കിപ്പോൾ PCOS വന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ചിലപ്പോൾ തരാൻ പറ്റണമെന്നില്ല. മേ ബി എന്താ പറയുക ഞാൻ നാട്ടിൽ പോയിട്ട് എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ് ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഹോട്ടൽ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് എനിക്ക് കൊളസ്ട്രോൾ വരും ചെയ്തത്. അപ്പോൾ പെട്ടെന്നുള്ള ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ ഒപ്പം തന്നെ ഫുഡ് ഹാബിറ്റ്സിൽ മേജറായിട്ടൊരു മാറ്റം വന്നതായിരിക്കാം ചിലപ്പോൾ PCOS വരാനുള്ള ഒരു റീസൺ. ഇറ്റ് കുഡ് ബി എന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇതുകൊണ്ടാണ് എനിക്ക് PCOS വന്നതെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അതന്നെ PCOS ഉണ്ടെന്ന് വിചാരിച്ച് ഒരാൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ പേരൻസ് ആവണം എന്നുള്ള ആഗ്രഹം വരുന്നത് അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്തോട്ട് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് PCOS കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പ്രഗ്നൻ്റ് ആവാം. ഇഷ്ടം പോലെ ആൾക്കാർ PCOS ഉള്ളവർ ഈസിലി കൺസീവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു വെറിയായിട്ട് നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഭയങ്കര കൂളായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. പിന്നെ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് പേരൻസ് ആവാൻ പ്ലാൻ ഇല്ലാത്ത ആൾക്കാരാവുകൊണ്ട് മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ബോഡി ഭയങ്കര ഓവർലോഡ് ആക്കണ്ട. നിങ്ങൾ കുറച്ച് ഈറ്റിംഗ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലിലും ഒക്കെ മാറ്റം വരുത്തുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ചേഞ്ച് PCOS നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഒരു 2021 ശേഷമൊക്കെ ഞാൻ 1-2 റീൽസിലോ
അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് കൊളസ്ട്രോളും PCOS ഒക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ലൈഫ് സ്റ്റൈലിൽ അത്യാവശ്യം മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ എന്നുള്ളത്. അതായത് കുറച്ചും കൂടെ ഡെയിലി ബേസിസിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ ഡയറ്റിംഗ് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു രീതി. ആ കാര്യങ്ങളും കൂടെ കൊണ്ടുവന്നപ്പോൾ തന്നെ പീരിയഡ്സ് റെഗുലർ ആയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബെറ്റർ ആയിരുന്നു. അങ്ങനെ ഒരു 2 വർഷം കൂടെ കടന്നുപോയി. നമുക്ക് രണ്ടുപേർക്കും പേരൻസ് ആവണം എന്നുള്ള ആഗ്രഹം രണ്ടുപേരുടെ ഉള്ളിലും ഇങ്ങനെ മുളയിട്ട് തുടങ്ങി. അങ്ങനെ നമ്മുടെ ഇടയിൽ ഇടയ്ക്ക് ഡിസ്കഷൻ വരാൻ വേണ്ടി തുടങ്ങി. നമുക്ക് ഈ വർഷം നമുക്കൊരു പേരൻസ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി തുടങ്ങി കഴിഞ്ഞാലോ, ഐ തിങ്ക് നമ്മൾ രണ്ടുപേരും അതിനിപ്പോൾ മെന്റലി കുറച്ചും കൂടെ പ്രിപ്പയർഡ് ആണ് എന്നുള്ളത്. അങ്ങനെ ഈ ഒരു കാര്യം ഡിസ്കഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ വിചാരിച്ചിരുന്ന കാര്യം ഒന്നും കൂടെ GPയുടെ അടുത്തൊരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാം. കാരണം ഇപ്പോൾ എൻ്റെ ബ്ലഡിൽ എങ്ങനെയാണ് വൈറ്റമിൻ D, അയേൺ, ബാക്കി മിനറൽസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം അങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു. അതിലെനിക്ക് അയേൺ കുറച്ച് കുറവായിരുന്നു. അതിനുശേഷം ഞാൻ അയേൺ ടാബ്ലറ്റ്സും കാര്യങ്ങളും പിന്നെ അതേപോലത്തെ ഫുഡും ഒക്കെ കഴിച്ച് എൻ്റെ അയേൺ ലെവൽ നോർമലായി. അത് കഴിഞ്ഞപ്പോൾ GP എന്നെ വീണ്ടും ഒരു ഗൈനക്കോളജിസ്റ്റ് എടുത്തോട്ട് റെഫർ ചെയ്തു. അതിവിടെ LUMC എന്ന് പറഞ്ഞിട്ട് ലൈഡൻ മെഡിക്കൽ കോളേജ്, അവിടെയായിരുന്നു എൻ്റെ PCOSും ഒപ്പം കൺസീവ് ആവാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കിടിലൻ ഡോക്ടറായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഞാൻ ലൈഫിൽ മീറ്റ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഡോക്ടർ ആയിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു. ഫോർ ഹൗസ് എന്നായിരുന്നു ഡോക്ടറുടെ പേര് കേട്ടോ. പക്ഷെ എനിക്ക് അവസാനം അവിടുന്ന് കൺസീവ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരിനെ ഒന്നും വീണ്ടും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു ചെറിയ വിഷമം എനിക്കുണ്ട്. പക്ഷെ എന്നാലും നല്ല അടിപൊളി ഒരു ഡോക്ടറായിരുന്നു. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് നമ്മൾ രണ്ടുപേരും കൂടെ പോയി. നമ്മുടെ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തു. ഒന്നും കൂടെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുത്ത് നമുക്ക് രണ്ടുപേർക്കും വേറെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് അവർ അനലൈസ് ചെയ്തു. അതിനുശേഷം നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി. എനിക്ക് ഒന്നും കൂടെ അൾട്രാസൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എനിക്ക് PCOSന്റെ ചെറിയ സിംറ്റംസ് അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ എന്തായാലും സൂൺ ടു ബി പേരൻസ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്ക് PCOSന്റെ ഇൻറ്റൻസിറ്റി ഓരോ പോലെ ആയിരിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 2 years ആയിട്ട് കുറച്ചും കൂടെ ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും അതേപോലെ തന്നെ ഡെയിലി ബോഡി മൂവ്മെന്റ്സും ഒക്കെ ചെയ്യുകൊണ്ട് എൻ്റെ PCOS അത്ര ഒരു മോശം അവസ്ഥയിലായിരുന്നില്ല. കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ ചെറുതായിട്ട് അപ്രീസിയേഷനൊക്കെ അവർ നടത്തി. അൾട്രാസൗണ്ടിനൊക്കെ ശേഷം ഡോക്ടർ ഫോർ ഹൗസും നമ്മളൊരു ഡിസ്കഷൻ ഉണ്ടായിരിക്കുമല്ലോ. അതിൽ പുള്ളിക്കാരി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ബ്രീഫിങ് പുള്ളിക്കാരി തരാം. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന്. അപ്പൊ എന്താണ് ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രശ്നം ഇറഗുലർ പീരിയഡ്സ് ആയിരുന്നു. ഈ പീരിയഡ്സ് ഇറഗുലർ ആവുമ്പോൾ നമുക്ക് നമ്മുടെ ഓവുലേഷൻ ട്രാക്ക് ചെയ്യൽ അത്ര എളുപ്പമായിരിക്കില്ല. നമ്മൾ കൺസീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഓവുലേഷൻ പീരിയഡ് അല്ലെങ്കിൽ ഓവുലേഷൻ വിൻഡോ നമുക്ക് അറിയാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കാരണം ആ ഒരു വിൻഡോയിലാണ് നമ്മൾ പ്രഗ്നന്റ് ആവുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് പ്രോപ്പറായിട്ട് നമ്മൾ ഓവുലേഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനു വേണ്ടി തുടങ്ങുക നമ്മൾ ഒരു മെഡിസിൻ വെച്ചിട്ടാണ്. ആദ്യം പീരിയഡ്സ് ആവാൻ വേണ്ടി നമ്മളൊരു മെഡിസിൻ കഴിക്കും. പീരിയഡ്സ് ആയിട്ട് അതിൻ്റെ 3ാമത്തെ ദിവസം തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ദിവസം വേറൊരു മെഡിസിൻ കഴിക്കും. ഈ മെഡിസിൻ കഴിച്ച്, മെഡിസിൻ്റെ പേര് എനിക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല കേട്ടോ, കാരണം അതൊക്കെ ഡോക്ടേഴ്സ് പറയേണ്ട കാര്യമാണ്. ഞാൻ ഇതിൽ ഒട്ടും എന്താ പറയുക ഡീപ്പ് നോളേജ് ഉള്ള ഒരാളല്ല. ചിലപ്പോൾ ഞാനൊരു മെഡിസിൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ അത് വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ചിലപ്പോൾ ബുദ്ധിമുട്ട് ഒരാൾക്ക് വരുത്തി കഴിഞ്ഞാലോ. അതുകൊണ്ട് മെഡിസിൻ്റെ പേര് ഞാൻ അവിടെ പറയുന്നില്ല. ഈ ഒരു പ്രോസസ്സ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ പറയുന്നത്. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറുടെ അഡ്വൈസോട് കൂടെ മാത്രമേ ചെയ്യാൻ പാടൂ. ഞാൻ ഈ പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യരുത്. കാരണം ഞാൻ അവിടെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു, ഞാനൊരു ഡോക്ടറല്ല. അതുകൊണ്ട് ഓരോരോ ബോഡിയിലും റിയാക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആവാൻ വേണ്ടിയിട്ട് ഒരു മെഡിസിൻ കഴിക്കും. പീരിയഡ്സ് ആയി കഴിഞ്ഞ് 3rd ഡേ തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ദിവസം വേറെ മെഡിസിൻ കഴിക്കണം. അതിനുശേഷം നമ്മുടെ ഓവുലേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയോ എന്നുള്ളത് ഡോക്ടർ ചെക്ക് ചെയ്യും. അതായിരുന്നു ഈ ഒരു പ്രോസസ്സ്. ചിലവർക്ക് ഈ ഒരു ബേസ് മെഡിസിൻ വർക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഡോസ് ഒരു ലെവലും കൂടെ കൂട്ടും. ഒരു ലെവലും കൂടെ കൂട്ടിയിട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ലെവലും കൂടെ കൂട്ടാനായിട്ട് പറ്റും. അതായത് 3 തവണയാണ് നമ്മളിത് ഡോസ് കൂട്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക.
ഈ 3 തവണ ഡോസ് കൂട്ടിയാലും ചില ബോഡിയിൽ അത് വർക്ക് ആവില്ല. അപ്പം നമ്മൾ ഇഞ്ചക്ഷൻസിലോട്ട് പോകേണ്ടി വരും. ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അടിവയറില്ലേ, അടിവയറ്റിൽ അവർ ഇഞ്ചക്ഷൻ എടുക്കും നമ്മുടെ ഈ ഒരു മെഡിസിൻ ഡയറക്റ്റ്ലി നമ്മുടെ ബോഡിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതും 3 ടൈംസ് എന്തോ ആണ് അവർ ട്രൈ ചെയ്യുള്ളൂ. അതാണ് അവരുടെ ഈ ഒരു പ്രോസസ്സിൽ വരുന്ന കാര്യം എന്ന് അവർ പറഞ്ഞത്. അങ്ങനെ ഓക്കെ, നമ്മൾ ഓക്കെയാണ് കാര്യങ്ങൾ പോകാൻ വേണ്ടി മെഡിസിൻ്റെ ഡീറ്റെയിലും ഒക്കെ പറഞ്ഞു. നമുക്ക് ഇവിടെ ഒരു മെഡിസിൻ തരുന്നതിൻ്റെ മുന്നേ പ്രോപ്പറായിട്ട് ആ മെഡിസിൻ എന്തിനുള്ളതാണ്, എന്തുകൊണ്ടാണ് ആ മെഡിസിൻ സജസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു മെഡിസിൻ കഴിക്കൊണ്ട് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പേഷ്യൻറ്റിൻ്റെ അടുത്ത് അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് പറഞ്ഞ മെഡിസിൻ അവർ പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തു, കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡോസ് എടുത്തു. അവരൊന്നും കൂടെ ഹോസ്പിറ്റലിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞു, ഓവുലേഷൻ കറക്റ്റായോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ദൈവാനുഗ്രഹം കാരണം അല്ലെങ്കിൽ ആ മെഡിസിൻ എൻ്റെ കയ്യിൽ വർക്ക് ചെയ്തു. എനിക്ക് ആദ്യത്തെ ബേസ് ഡോസിൽ തന്നെ എൻ്റെ ഓവുലേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓവുലേഷൻ കറക്റ്റഡ് ആയി. അവർ ഓവുലേഷൻ വിൻഡോയും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഒപ്പം ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ചിലപ്പോൾ ഒരാൾ പോലും അറിയാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. അതായത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ വീണ്ടും അവരുടെ പേര് ഇവിടെ പറയുന്നത് അവർക്ക് എത്ര ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും എന്നുള്ളത്, അതുകൊണ്ട് അത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ റാൻഡംലി ഒരു വ്ളോഗ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലവർ മലയാളി വ്ളോഗർ തന്നെയാണ് കേട്ടോ. അതിലവർ അവരുടെ ഓവുലേഷൻ ട്രാക്ക് ചെയ്യുന്ന കിറ്റ് ഞാൻ കണ്ടു. അതെനിക്കൊരു ഭയങ്കര അറിയുന്ന കാര്യമാണെങ്കിലും എനിക്ക് ബൾബ് കത്തിയ ഒരു കാര്യമായിരുന്നു. എനിക്ക് ഓവുലേഷൻ ഒന്നും കൂടെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഓവുലേഷൻ കിറ്റ് ഉപയോഗിക്കാമല്ലോ എന്നുള്ളത്. അതായത് ഓവുലേഷൻ പീരീഡിൽ നമുക്ക് നമ്മുടെ യൂറിൻ വെച്ച് പ്രഗ്നൻസി ടെസ്റ്റ് പോലെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഡബിൾ ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഓവുലേഷൻ വിൻഡോ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അപ്പം നമുക്ക് ഓവുലേഷൻ അല്ല. അതെനിക്ക് ഭയങ്കര ബൾബ് കത്തിയൊരു സംഗതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓവുലേഷൻ കിറ്റ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഓവുലേഷൻ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇൻ 2-3 മന്ത്സ് ദൈവാനുഗ്രഹം കാരണം നമ്മൾ കൺസീവ് ചെയ്തു, നമ്മൾ പ്രഗ്നൻ്റ് ആയി. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മൾ ഡോക്ടർക്ക് മെയിൽ അയച്ചു. അതുകൊണ്ടാണ് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇനീഷ്യലി തന്നെ നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയത് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിവിടെ ഡോക്ടേഴ്സിനെ അല്ല കാണിക്കുക, നമ്മൾ മിഡ് വൈഫിനെയാണ് കാണിക്കുക. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള കാര്യങ്ങളെല്ലാം അറിയുന്ന മിഡ് വൈഫിനായിട്ടാണ് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് നമ്മുടെ ഡെലിവറി വരെയുള്ള കാര്യങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്തു പോവാം. ഇവിടെയാണെങ്കിൽ ഉണ്ടല്ലോ, ഹോം ഡെലിവറി എന്ന് പറയുന്ന ഒരു സംഗതി വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്, കുറേ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ നമുക്ക് പ്രസവിക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഡെലിവറി വേണോ എന്നുള്ളത്. ഓരോ രാജ്യത്തും ഓരോരോ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ ചെയ്യുക. അപ്പം അങ്ങനെ ഡോക്ടർക്ക് മെയിൽ അയച്ചു, ഇങ്ങനെ കൺസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മുടെ ഫസ്റ്റ് ഒരു മെഡിസിൻ തന്നെ വർക്ക് ചെയ്ത് നമുക്ക് അധികം ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് കൺസീവ് ചെയ്യാനായിട്ട് പറ്റിയല്ലോ. അപ്പോൾ അതിൽ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു 8 വീക്സിന് ശേഷമാണ് ആദ്യത്തെ അൾട്രാസൗണ്ട് നമുക്ക് ഉണ്ടായത്. അതിൽ നമ്മൾ കുട്ടീനെ കണ്ടു. കാര്യങ്ങളെല്ലാം സോ ഫാർ സോ ഗുഡ് ആയിട്ടാണ് പോകുന്നത്. ഇതാണ് എൻ്റെ ഒരു PCOS എക്സ്പീരിയൻസ്. ഞാൻ കൺസീവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് രണ്ടുപേർക്കും വന്നപ്പോഴായിരുന്നു നമ്മൾ അതിലൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുവരെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുത്തിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമ്മൾ പ്രഗ്നൻ്റ് ആവണം എന്നുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് രണ്ടുപേരുടെ ഹെൽത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സിലോട്ട് നമ്മൾ കടന്നത്. ഇത് ഒരു ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഫേസ് ആയിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ അങ്ങനെ കണ്ണടച്ച് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ദൈവാനുഗ്രഹം കാരണം ഈ പറഞ്ഞതുപോലെ ഞാനൊരു ബിലീവറാണ്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ദൈവാനുഗ്രഹം കാരണം നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെഡിസിൻ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഇനീഷ്യൽ ഒരു 2 മന്ത്സിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനീഷ്യൽ ഒരു 2 മന്ത്സിൽ തന്നെ നമുക്ക് കൺസീവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ഒരു PCOS ജേർണിനെ പറ്റി പറയാനുള്ളൂ.
ഇതാ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ എത്രമാത്രം ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒരുപാട് സ്ട്രഗിൾസ് എനിക്ക് ഉണ്ടായിരുന്നില്ല, സത്യം പറയുന്ന ടച്ചുവുഡ്. അപ്പോൾ അത്ര എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ പോയ വഴികൾ ഇതൊക്കെയായിരുന്നു. ഇതൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരാൾക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ, ലൈക്ക് എനിക്കിപ്പോൾ ആ ഒരു ഓവുലേഷൻ കിറ്റ് ഞാൻ ആ ഒരു വ്ളോഗിൽ കണ്ടതുപോലെ എനിക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതാണ് എൻ്റെ PCOS ജേണി. ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വന്നു കേട്ടോ. എനിക്ക് 1:45 ഇവിടെ മിഡ് വൈഫിനായിട്ടൊരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ റൊട്ടീൻ ചെക്കപ്പ്, എൻ്റെ BP, അതേപോലെ തന്നെ ഹാർട്ട് ബീറ്റ് നോക്കുക, അതായത് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് 2-3 ആഴ്ചയിൽ ഒരു അപ്പോയിൻമെന്റ് ഉണ്ടാവാറുണ്ട്. ഒരു 15-20 മിനിറ്റുള്ള ഒരു അപ്പോയിൻമെന്റ്. അപ്പം അത് കഴിഞ്ഞ് ഓടി വന്ന് ലഞ്ച് കഴിച്ച് സെയിം സീറ്റിൽ വന്നിരുന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയണമെന്ന് വിചാരിച്ച ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ സിമിലർ എക്സ്പീരിയൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിങ്ങനെ ചെയ്യണം തോന്നിയ ഒരു കാര്യമാണ് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിനു വേണ്ടി നമ്മൾ ഇനി വേറൊരു വീഡിയോ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോക്ക് ഇത്ര അധികം ലെങ്ത് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വരുന്നു, നമ്മുടെ PCOSന്റെ എക്സ്പീരിയൻസ് പറയുന്നു, ഫസ്റ്റ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസ് പറയുന്നു, നമ്മൾ അവസാനിപ്പിക്കുന്നു 20-25 മിനിറ്റിൽ. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വള അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് നിൽക്കില്ല. ഇത് ഒരാളുടെ വർത്താനം പറയാലും ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഫോണിലൊക്കെ വിളിച്ചാൽ എനിക്ക് മിനിമം 1 മണിക്കൂറാണ് ഒരാളുടെ വർത്താനം പറയാൻ. അത് ഞാൻ കൺട്രോൾ ചെയ്യാൻ നോക്കിയുണ്ടല്ലോ, ഞാനല്ല വേറെ ആരോ ആയിട്ടാണ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു ഓവർ എക്സ്പ്ലനേഷൻ എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ അതുകൊണ്ട് സഹിക്കുക, ഓക്കെ? അത് നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഞാനല്ല വേറെ എന്തോ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വർത്താനം പറയുന്ന പോലെ തോന്നും. അത് നമുക്ക് വേണ്ട, രസമല്ല. അപ്പോൾ തൽക്കാലം എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിന് എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും വിട്ടുപോവാതെ എല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെയാണ് തോന്നിയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഏർലി സ്റ്റേജ് നോ സിംറ്റംസ് ഓർ നോ പ്രോബ്ലംസ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതായത് November 15th നമ്മൾ പ്രഗ്നന്റ് ആണെന്നുള്ളത് നമ്മൾ അറിയുന്നത് ടെസ്റ്റ് എടുത്തിട്ട്. നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഇറ്റലിയിലോട്ടൊരു വെക്കേഷന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 7-8 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയത്. ട്രിപ്പ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജിൽ അങ്ങനെ വലിയ ക്ഷീണമൊന്നും വരില്ല. ഞാൻ വളരെ ഏർലി ആയിട്ട് തന്നെ ടെസ്റ്റ് എടുത്തത് കൊണ്ടാണ് അപ്പം ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് തന്നെ അറിഞ്ഞത്. പല ആൾക്കാരും പീരിയഡ്സ് ഒക്കെ മിസ്സാവുമ്പോഴല്ലേ ടെസ്റ്റ് എടുക്കുക. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, സ്മൂത്ത് ആയിരുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ, അതായത് നമ്മുടെ ആ ഓവുലേഷനിലെ അപ്പം തൊട്ടിട്ടാണ് ഞാൻ വിചാരിച്ച് നമ്മൾ കുട്ടിക്ക് എത്ര ആഴ്ചയായി എത്ര മാസമായി എന്ന് പറയുക. അങ്ങനെയല്ല, നമ്മുടെ ലാസ്റ്റ് പീരിയഡ്സ് തൊട്ടിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഓൾറെഡി പ്രഗ്നന്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കില്ലേ, ആ കണ്ടുപിടിക്കുന്ന സമയമാകുമ്പോഴേക്ക് ഓൾറെഡി നമ്മൾ 1 month പ്രഗ്നന്റ് ആയിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ 2 weeks നമ്മൾ പ്രഗ്നന്റ് അല്ലാത്ത സമയത്തും നമ്മൾ ഓൾറെഡി പ്രഗ്നന്റ് ആണ്. മനസ്സിലായോ? അതായത് ഇപ്പൊ ഇന്ന് എനിക്ക് പീരിയഡ്സ് ആണ്, എൻ്റെ ഓവുലേഷൻ 2 weeks കഴിഞ്ഞിട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു 2 weeks കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ അറിയാം ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. അപ്പോൾ ശരിക്കും ആ 2 weeks ആണല്ലോ നമ്മൾ പ്രഗ്നൻസിയുടെ ഒരു ഏജ് ആയിട്ട് കണക്കാക്കാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ശാസ്ത്രം കണക്കാക്കുന്നത്. എൻ്റെ ഈ പീരിയഡ്സിന്റെ ഡേറ്റ് തൊട്ടിട്ട് ഞാൻ കണ്ടുപിടിച്ചത് വരെ ആകുമ്പോൾ ഏകദേശം ഞാൻ ഓൾറെഡി പ്രഗ്നന്റ് അല്ലാത്ത സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആണ്. മനസ്സിലായോ? ആ കൺഫ്യൂഷൻ ഇല്ലേ? എനിക്കുണ്ടായിരുന്നു ഈ കൺഫ്യൂഷൻ. പക്ഷെ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ഏർലി സ്റ്റേജ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇഷ്ടമുള്ള കുറച്ച് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അത് മുഴുവൻ അങ്ങനെ ക്രേവിങ് പോലെ ഒന്നും ആയിരുന്നില്ല. നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു രസം ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഇന്ത്യൻ ഫുഡും അങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ട് അങ്ങനെ അത് കിട്ടുന്ന അവസരങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്നിട്ടാണ് എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ 2, ബ്രത്ത്ലെസ്നെസ് വൈൽ ടോക്കിംഗ്. അതെനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷെ അതൊരു കോമൺ പ്രഗ്നൻസി സിംറ്റം ആയിട്ടാണ് പറയുന്നത്. കാരണം പൊതുവേ നമ്മൾ ഭയങ്കര ടയർഡായിരിക്കുമല്ലോ. ആ ഒരു ടയർഡ്നെസ്സിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാലും അറിയാം, ഞാൻ മുന്നേ ഇതേപോലെ ഇരുന്ന് വർത്താനം പറഞ്ഞിരുന്നു, നടക്കുമ്പോൾ ഓടിയും ചാടിയും ഒക്കെ വീഡിയോ എടുത്തിരുന്നൊക്കെയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടയിലൊരു പറയുന്നതിനിടയിൽ അങ്ങനത്തെ ഒരു സാധനം വരിക. അത് ക്ഷീണത്തിന്റെ ഭാഗമാണെന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. അത് വെരി നോർമലാണ്. അത് കൺസിഡർ ചെയ്യണ്ട. നമ്മളപ്പോൾ കൺസിഡർ ചെയ്യണ്ടെന്നല്ല, നമുക്കത് മനസ്സിലാക്കുക. അത്
ഈ ഒരു ബ്രത്ത്ലെസ്നെസ് ഈ ഒരു ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ പ്രത്യേകിച്ച് ഉണ്ടായിരിക്കും. മുന്നോട്ട് പോകുന്നതോറും ക്ഷീണം കൂടും, അതിനനുസരിച്ച് ഈ സിംറ്റം കൂടും കുറയുകയൊക്കെ ചെയ്യാം. കുറച്ച് സ്ലോ ആയിട്ട് കാര്യങ്ങൾ എടുക്കുക, വെറീഡ് ആവണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് രണ്ടാമത്തെ കാര്യം ഞാൻ എഴുതിയിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള കാര്യം വൊമിറ്റിംഗ് ആയിരുന്നേ. നമ്മൾ പൊതുവേ പറയുമല്ലോ, ഈ പ്രഗ്നൻസി എന്ന് പറയുന്നതൊക്കെ അധികം ഒരു ഹെറിഡിറ്ററി പോലെയാണ് വരിക. നമ്മുടെ മെറ്റേണൽ സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ പെറ്റേണൽ സൈഡിൽ, കൂടുതൽ മെറ്റേണൽ സൈഡാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അമ്മയുടെ ഒരു സൈഡിൽ എങ്ങനെയാണോ പ്രഗ്നൻസി അതുപോലെ ആവാൻ നമുക്ക് നല്ല സാധ്യതയുണ്ട്. അതേപോലെയൊന്നല്ല, കുറച്ച് ട്രേറ്റ്സ് ഒക്കെ അതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ എനിക്ക് പൊതുവെ ഇപ്പൊ അമ്മയ്ക്കോ അമ്മയുടെ അനിയത്തിമാർക്കോ ഒക്കെ വൊമിറ്റിംഗ് ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു തവണ പോലും അമ്മയൊന്നും വൊമിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അമ്മ പറയുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു, എനിക്ക് തീരെ വൊമിറ്റിംഗ് ഉണ്ടാവില്ല, ഞാൻ പൊളിയായിരിക്കും, എനിക്കിങ്ങനെ വൊമിറ്റിംഗ് പ്രശ്നമേ ഉണ്ടായിരിക്കില്ല എന്നുള്ളത്. പക്ഷെ ഒരു 8ാമത്തെ ആഴ്ച തൊട്ടിട്ട് ഒരു 13ാമത്തെ ആഴ്ച വരെ 14 ആഴ്ച വരെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം ഒരു 5 ആഴ്ച ഞാൻ അത്യാവശ്യം നല്ലോണം വൊമിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിക്കാനും തോന്നും, എന്നാൽ ഒപ്പം വൊമിറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇതിലൊരു മെയിൻ ഒരു ലക്കി കാര്യം എന്ന് പറയുന്നത് ആ 14ാമത്തെ ആഴ്ചയോട് കൂടെ അത് നിന്നു കേട്ടോ. അതിനുശേഷം എൻ്റെ പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന ഓരോരോ സ്മെല്ല് പറ്റായിക്കും, എവേർഷൻസും കാര്യങ്ങളും ഒക്കെ മാറി മാറി ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 4th ട്രൈമസ്റ്റർ കഴിയാനായപ്പോക്ക് എനിക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അത് പറ്റില്ല ഇത് പറ്റില്ല അങ്ങനെയൊന്നുമില്ല. മുന്നേ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ എനിക്ക് ഈസിലി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ ആ ഒരു 8 to 13 വീക്സ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പല സ്മെല്ലും പറ്റുന്നുണ്ടായിരുന്നില്ല, പല ഫുഡും പറ്റുന്നുണ്ടായിരുന്നില്ല, പല ആൾക്കാരും പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഈ കൂടുതൽ വർത്താനം പറയാനോ ഭയങ്കര ബഹളോ അതൊന്നും എനിക്ക് അത്ര ഈസിലി പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു പീരീഡിന്റെ നമ്മൾ ഭയങ്കര ടയർഡായിട്ടിരിക്കുകയല്ലേ, അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കും തോന്നുന്നു. അപ്പോൾ ദീപ ചേച്ചിയുടെ അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് സീരിയസ് ആയിട്ട് ഈ ഒരു വൊമിറ്റിംഗ് വരുന്നത്. അന്ന് ഞാനൊരു 14, 15 തവണ 13, 14, 15 തവണ ഈസിലി വൊമിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ലൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും, അതായത് എല്ലാ ആൾക്കാരല്ല, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ആൻഡ് ഈ ആൾക്കാരൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. നല്ല രസത്തിലാണ് അവർ ഈ ഒരു ഡെലിവറിനെയും ഈ ഒരു പ്രഗ്നൻസി ഫേസിനെയും ഒക്കെ നോക്കിക്കാണുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഇവർ എന്നോട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വൊമിറ്റ് ചെയ്യുമ്പോഴും ഇപ്പൊ ദീപ ചേച്ചിയൊക്കെ വന്നിട്ട് പറയും, വാവ് മുത്ത നീ വൊമിറ്റ് ചെയ്യാണ്, നിന്റെ പ്രഗ്നൻസി ഹോർമോൺ അത്ര സ്ട്രോങ് ആവുകൊണ്ടാണ് നീ വൊമിറ്റ് ചെയ്യുന്നത്, ഇതൊരു ഗുഡ് സിംറ്റം ആണ് പ്രഗ്നൻസിയിൽ. അപ്പൊ നീ വൊമിറ്റ് ചെയ്യുമ്പോൾ നീ ബേബീനായിട്ട് കൂടുതൽ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള സപ്പോർട്ട് അന്ന് എനിക്ക് ചുറ്റും അന്ന് എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. അമ്മു ചേച്ചി ഉണ്ടായിരുന്നു, ദീപ ചേച്ചി ഉണ്ടായിരുന്നു, അൻഷിഫ ഉണ്ടായിരുന്നു, റോസ് ഉണ്ടായിരുന്നു, അച്ചു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാവരും എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ടാണ് എനിക്ക് ത്രൂ ഔട്ട് ആ ഒരു ഡേ തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇത്ര ടയർഡാണെന്നുണ്ടെങ്കിലും അതെനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഒരു എനർജി ബൂസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. ഈവൻ ഞാൻ വൊമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കര അങ്ങനെ ടയർഡായിരുന്നു. പക്ഷെ സ്റ്റിൽ മെന്റലി ഞാൻ ടയർഡായിരുന്നില്ല. ഞാൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നൊരു ദിവസം വൊമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇവരുടെ ഒക്കെ ഒപ്പം ആവുന്നതുകൊണ്ട് എനിക്കൊരു പോസിറ്റീവായിട്ട് എൻ്റെ വൊമിറ്റിംഗ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. നീതു ചേച്ചി ഇവിടെ ഓൾമോസ്റ്റ് ഒരു 20 to 23 ഇയേഴ്സ് ആയിട്ട് ചേച്ചി മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ചേച്ചി ഇവിടെ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയുടെ കരിയറിലെ മെജോറിറ്റി ഓഫ് ഒരു പോർഷൻ ചേച്ചി ഡെലിവറിയും അതേപോലെ തന്നെ പിള്ളേരുടെ സെഷനും ഒക്കെ ആയിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേച്ചിയുടെ കുറെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. എത്ര പോസിറ്റീവായിട്ട് നമുക്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി നോക്കിക്കാണാന്നുള്ള രീതിയിൽ ആ ഒരു സെഷൻ കിട്ടിയതുകൊണ്ട് നെക്സ്റ്റ് ഒരു 5 വീക്സ് ഞാൻ വൊമിറ്റ് ചെയ്തിരുന്നെങ്കിലും ഐ വാസ് ഹാപ്പിലി വൊമിറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ തവണ വൊമിറ്റ് ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കും, വാ എൻ്റെ പ്രഗ്നൻസി ഹോർമോൺ ഭയങ്കര സ്ട്രോങ് ആണല്ലോ. പിന്നെ അതേപോലെ എന്താ പറയുക, ഞാനും കുട്ടിയും തമ്മിലുള്ള കണക്ഷൻ കൂടുകയാണല്ലോ ഈ പീരീഡിൽ. അപ്പം രസമാണ്, ഒരു രസം, വൊമിറ്റ് ചെയ്യുന്നു, വരുന്നു, കഴിക്കുന്നു, അങ്ങനത്തെ ഒരു രസമുള്ളൊരു ഫേസ് കൂടെ തന്നെയാണ് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും ആഗ്രഹിച്ച് പാരന്റ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വൊമിറ്റിംഗ് ഫേസ് അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഈവൻ ഞാൻ വിചാരിച്ചു പ്രഗ്നൻസി തീർന്നതല്ലേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു വൊമിറ്റിംഗ് ഫേസ് കിട്ടില്ലല്ലോ. ഭയങ്കര മെന്റലി എക്സോസ്റ്റഡ് ആയതൊന്നും ഞാൻ പറയില്ല, കുറച്ച് ടയർഡ് ആയിരുന്നു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞാൻ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫേസ്.
അങ്ങനെ ആണ് എൻ്റെ വൊമിറ്റിംഗ് രീതികൾ ഉണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് എനിക്ക് എവേർഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞതുപോലെ പല സ്മെല്ലും പറ്റുന്നുണ്ടായിരുന്നില്ല, പല ഭക്ഷണങ്ങളും പറ്റുന്നുണ്ടായിരുന്നില്ല. സ്മെല്ല് മെയിൻലി അരി വേവുന്ന സ്മെല്ലില്ലേ, ആ സ്മെല്ല് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ സൺഫ്ലവർ ഓയിലിൽ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ സവാള വഴറ്റുമ്പോൾ മണം പറ്റുന്നുണ്ടായിരുന്നില്ല, മസാലയുടെ മണം പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാൾ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ആ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ചെറിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 5 ആഴ്ച ഞാൻ കുക്ക് ചെയ്തിട്ടേ ഇല്ല, അടുക്കളയിൽ കയറിയിട്ടേ ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വിഷ്ണു പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു ഫേസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിന് ഇത്ര അധികം കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരാളൊന്നുമല്ല, പക്ഷെ എന്നാലും ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് എന്ത് കഴിക്കണം എന്നുള്ളത് ചോദിച്ചറിഞ്ഞ് വിഷ്ണുവിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നേരത്തെ എണീറ്റും രാത്രി കുറച്ച് മീല് പ്രപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ആ ഒരു ഫേസ് വിഷ്ണു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ പറയണം. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഇവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞതിന് ശേഷം വളരെ കുറച്ചാണ് ഈ പല ദിവസങ്ങളിലും നമുക്ക് കുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. കാരണം ഏതൊരു വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർ ആദ്യം ഒരു ബോക്സ് എനിക്ക് കൊണ്ടുതരുമായിരുന്നു. പിന്നെ അതിൻ്റെ ഒപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് എന്തൊക്കെ വേണമെന്ന് ചോദിക്കുക, അവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് കഴിക്കാൻ പറയാം, നെക്സ്റ്റ് ഡേക്ക് എനിക്ക് കുറച്ച് ബോക്സിലാക്കി കൊണ്ടുതരിക. അപ്പൊ അങ്ങനെ ഭക്ഷണം എന്നുള്ളത് ഒട്ടും ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല ഈ ഒരു ടൈമില്. ഭയങ്കരമായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എന്താ പറയുക, കരച്ചിലൊക്കെ വന്നൊരു മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ പ്രഗ്നന്റ് ആയിട്ട് ഇപ്പം അമ്മടി അച്ഛൻ്റെ ഒപ്പം ഒന്നും നിൽക്കാതെ വിട്ടു നിൽക്കുമ്പോൾ ഇത്രയും അധികം കൺസിഡറേഷൻ ഞാനൊരു 6 വർഷം മുന്നേ പരിചയപ്പെട്ട ആൾക്കാരുടെ നിന്ന് എനിക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ എനിക്ക് ടൂ മച്ച് ആയിരുന്നു. ഞാൻ ഭയങ്കര ഇങ്ങനെ മതിമറന്നു പോകുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ദീപചേച്ചിൻ്റെ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നുന്നു വെറുതെ ഞാൻ എപ്പോഴോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി അരി വെള്ളത്തിലിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി നെക്സ്റ്റ് ഡേ രാവിലെ ആകുമ്പോഴേക്കും എനിക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും ഭയങ്കര, ഞാൻ ദീപച്ചിന്റെ പേര് എടുത്തു പറഞ്ഞു അങ്ങനെയല്ല, ഓരോരുത്തരും അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു ഈ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ എനിക്ക് ചിക്കൻ കഴിക്കാനും അതേപോലെ തന്നെ ചിക്കൻ എന്ന് വേണ്ട നോൺ വെജ് കഴിക്കാനും ടാപ്പ് വാട്ടർ കുടിക്കാനും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നോൺ വെജില് എസ്പെഷ്യലി ചിക്കൻ, ബീഫൊക്കെ ഒരു 2-3 വീക്സ് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിക്കൻ എനിക്ക് തീരെ കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ചിക്കൻ കാണുമ്പോഴോ ചിന്തിക്കുമ്പോഴോ തന്നെ എന്നുള്ളൊരു ഫീലിംഗ് വരുമായിരുന്നു. പിന്നെ ടാപ്പ് വാട്ടർ എപ്പോഴൊക്കെ കുടിക്കുന്നു, ഹാർഡ് വാട്ടർ ആണല്ലോ ഇവിടുത്തെ ടാപ്പ് വാട്ടർ. നെതർലൻഡ്സിൽ ടാപ്പ് വാട്ടർ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ആണ്, പക്ഷെ ഹാർഡ് വാട്ടർ ആണ്. അത് എപ്പോഴൊക്കെ കുടിക്കുന്നു അപ്പോഴൊക്കെ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ടാപ്പ് വാട്ടർ നമ്മൾ നിർത്തി ഞാൻ ഈ ഒരു മിനറൽ വാട്ടർ ബോട്ടിൽസിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതും എല്ലാ ബോട്ടിലൊന്നും എനിക്ക് പറ്റുന്നില്ല കേട്ടോ. ഈ വെള്ളത്തിനൊക്കെ എത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു, ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു ബോട്ടിൽ തമ്മിലെന്നുള്ളത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. സ്പാ എന്ന് പറഞ്ഞിട്ട് ഒരു മിനറൽ വാട്ടർ ബോട്ടിലുണ്ട്, അത് മാത്രമാണ് എനിക്ക് കുടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നത്. അത് ഞാൻ പക്ഷെ ഇപ്പോഴും അത് തന്നെയാണ് കേട്ടോ, ഇപ്പോഴും എനിക്ക് മാറാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇപ്പം അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്നാലും ഇവിടെ ഇപ്പോൾ കുറേ അസുഖങ്ങൾ ടാപ്പ് വാട്ടർ വഴി സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു ഫിൽട്ടർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മെല്ലെ എന്നെ ഒന്ന് അതിലോട്ട് മാറ്റിക്കൊണ്ട് വരണം. അത് മാത്രമേ ഇപ്പോൾ ഒരു ചേഞ്ച് എന്ന് പറയാനുള്ളൂ. ബാക്കി ഇപ്പോൾ ചിക്കനും എല്ലാ ഫുഡും ഞാൻ നോർമലായിട്ട് കഴിച്ചു തുടങ്ങി. ഞാൻ പ്രഗ്നന്റ് ആവുന്നതിൻ്റെ മുന്നേ എങ്ങനെയായിരുന്നു അതേപോലത്തെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫിസിക്കൽ ആക്ടിവിറ്റി ആയിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞൊരു 2-3 കൊല്ലമായിട്ട് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ബോഡി മൂവ്മെന്റ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു തീരെ വർക്ക്ഔട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പ്രഗ്നൻസി ആണല്ലോ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അതിന്റെ ഒരു സേഫ്റ്റി എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ വർക്ക്ഔട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡോക്ടർക്ക് ഇനീഷ്യൽ കോൺവെർസേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഒരു 2-3 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ജിമ്മിൽ പോകാൻ പാടുമോ, യോഗ ചെയ്യാൻ പാടുമോ, അതേപോലെ റണ്ണിങ് പാടുമോ എന്നുള്ളത്. കാരണം ഞാൻ വീക്ക്ലി 2 ദിവസം ഞാനൊരു 5 കിലോമീറ്റേഴ്സ് വെച്ചിട്ട് ഓടുന്ന പോലത്തെ ഒരു ശീലം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഭയങ്കര പോസിറ്റീവായിരുന്നു. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, നിനക്കൊരു അസുഖമില്ല, നീ പ്രഗ്നന്റ് ആണ്, അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും നീ മാറി നിൽക്കരുത്, നീ ഹെൽത്തിയാണ്, നിനക്ക് കണ്ടിന്യൂ ചെയ്യാമെന്നാണ് അവർ എനിക്ക് തിരിച്ചു വന്ന റെസ്പോൺസ്. പക്ഷെ സ്റ്റിൽ ഞാൻ വിചാരിച്ചു
ഇവരിപ്പോൾ എന്നെ കണ്ടിട്ടോ എന്നെ സ്കാൻ ചെയ്ത് നോക്കിയിട്ടോ അതായത് അൾട്രാസൗണ്ട് ചെയ്തിട്ടോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, എല്ലാം ഓക്കെ ആണെങ്കിൽ എന്ന് വിചാരിച്ചു. അങ്ങനെ 8th വീക്കിൽ ഒരു സ്കാൻ ഉണ്ടായിരുന്നു. 8th വീക്കിലെ സ്കാനിന് ശേഷം അവരെൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങാം, ഹെൽത്തി പ്രഗ്നൻസിയാണ്, നല്ല രീതിയിലാണ് പോണത്. ഇപ്പോൾ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചായിരുന്നു, പക്ഷേ സ്വിമ്മിങ് ബെസ്റ്റ് ആക്ടിവിറ്റിയാന്ന് പറയുന്നത്. അപ്പോൾ സ്വിമ്മിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ സ്വിമ്മിങ് കണ്ടിന്യൂ ചെയ്യാം, ഈ പറഞ്ഞതുപോലെ ഓടണമെങ്കിൽ ഓടാം, ചാടണമെങ്കിൽ ചാടാം, ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം. ഭയങ്കര ഞാൻ മുന്നേ ചെയ്ത് ശീലമില്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഞാൻ സൈക്ലിംഗ് ഒട്ടും ചെയ്യാത്ത ഒരാളാണ്. ഇവിടെ എനിക്ക് സൈക്കിൾ ഉണ്ടെങ്കിലും ഞാൻ അധികം സൈക്ലിംഗ് ചെയ്യാറില്ല. അപ്പൊ അങ്ങനത്തെ പുതിയ ആക്ടിവിറ്റീസ്, എൻ്റെ ബോഡിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു തുടങ്ങരുത്, പക്ഷെ എൻ്റെ ബോഡിക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും 8 വീക്സ് എന്ന് പറയുമ്പോൾ 2 months അല്ലേ ആയുള്ളൂ. ഞാൻ സ്റ്റിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 മാസം കൂടെ കഴിയട്ടെ എന്ന്. ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിയുമല്ലോ, അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തു തുടങ്ങാന്നുള്ളത്. അങ്ങനെ ഒരു 12 വീക്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ വീണ്ടും എൻ്റെ ജിം റീസ്റ്റാർട്ട് ചെയ്തു. ഓടുന്ന പരിപാടി നിർത്തി കേട്ടോ, കാരണം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടം വേണ്ട എന്ന് വിചാരിച്ചു. പകരം ജിമ്മിൽ പോകുന്നത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഭയങ്കര ഹെവി വെയിറ്റ് ലിഫ്റ്റിങ് ഞാൻ നിർത്തി. ചെറിയ രീതിയിലുള്ള മസിൽ ട്രെയിനിങ്ങും ചെറിയ രീതിയിലുള്ള കാർഡിയോ വർക്കൗട്ട്സും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്വിമ്മിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വീക്ക്ലി 4 ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഗുഡ് ഫീൽ ആയിരുന്നു കേട്ടോ. അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിലാണ് ഒരു കാര്യം പോകുന്നത്. നമ്മൾ ആക്ച്വലി ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തിരുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ല കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ഡോക്ടറും മിഡ് വൈഫും ഒക്കെ. എന്തായാലും ചെയ്യണം, ഹെൽത്ത് നോക്കണം, അത് തന്നെയാണ് വേണ്ടത് എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ സപ്പോർട്ട്. അപ്പോൾ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നന്നായിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാനൊരു പ്രഗ്നന്റ് വുമണ് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ സൂംബയും യോഗയും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് ഉടനെ തുടങ്ങും. അത് നന്നായിട്ടാണ് പോകുന്നത്. ഈ ഒരു ഏർലി സ്റ്റേജിൽ നമുക്ക് 2 ടെസ്റ്റാണ് കേട്ടോ വരുന്നത്. ഒന്ന് 12th വീക്കിൽ ചെയ്യേണ്ട ഒരു ബ്ലഡ് ടെസ്റ്റ്, പിന്നെ 13th വീക്കിൽ ചെയ്യേണ്ട ഒരു സ്കാൻ. ഇത് രണ്ടും നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. നമ്മുടെ ചോയ്സാണ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ 12th വീക്കിൽ ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റിൽ കുട്ടിക്ക് ജെനറ്റിക് ഡിസോർഡർ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് കൺഫേം ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റാണ്. നിപ്റ്റ് എന്ന് പറയും അതിന് ഇവിടെ. അതിൽ നമുക്ക് ഒന്നെങ്കിൽ ഓൾ ക്രോമസോംസ് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ മെയിൻലി വരുന്ന 3 ക്രോമസോംസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ എന്താ പറയുക, രാവിലെ ഒന്നും കഴിക്കാതെ പോയി ബ്ലഡൊക്കെ കൊടുത്തിട്ട് വേണം ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ. ഒരു 10 ദിവസത്തിന് ശേഷമാണ് ഇതിൻ്റെ റിസൾട്ട് വരികയെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്കൊരു 2-3 ഡേയ്സിനുള്ള വർക്കിംഗ് ഡേയ്സിനുള്ള റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്യാനുണ്ടായിരുന്നത് ഒരു മേജർ സ്കാനായിരുന്നു. അതിൽ കുട്ടിയുടെ എല്ലാ ഓർഗൻസും പ്രോപ്പർലി ഡെവലപ്പ് ചെയ്യുന്നില്ലേ എന്ന് നോക്കുന്ന ഒരു സ്കാനാണ്. ആ 2 സ്കാനാണ് ഇവിടെ നമുക്ക് ഈ ഒരു 12th and 13th വീക്കിൽ വരുന്നത്. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അപ്കമ്മിങ് വീഡിയോസിൽ ഞാൻ പറയാം കേട്ടോ. കാരണം അത് ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫർദർ ആയിട്ടുള്ള അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്ത കാര്യം, ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഇങ്ങനെ നമ്മൾ കുറച്ച് പേരുടെയൊക്കെ എടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം, അതേപോലെ തന്നെ പേടിയോടുകൂടെ കാര്യങ്ങൾ നോക്കി കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ഭയങ്കര പ്രിക്വേഷനിൽ കാര്യങ്ങൾ ചെയ്യുന്ന സേഫായിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, നെഗറ്റിവിറ്റിയോട് കൂടെ കാര്യങ്ങൾ നോക്കി കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പല ആൾക്കാരും പല രീതിയിലാണ് അല്ലേ. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് ഇൻഫർമേഷൻസും അഡ്വൈസസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതെനിക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ കുറച്ച് സ്ട്രെസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് എന്താ പറയുക, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇത് കൂടുതൽ ആൾക്കാരിലോട്ട് നമ്മളിങ്ങനെ വേർബലി പറയും തോറും കൂടുതൽ ആൾക്കാർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചപ്പാട്, ഇപ്പൊ എന്റെ കാഴ്ചപ്പാടും വേറെ ആളുടെ കാഴ്ചപ്പാടും ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് കുറച്ചതൊരു പല കാര്യങ്ങളും ചെയ്യണം, ചെയ്യരുത്, അവർക്ക് ഇങ്ങനെ സംഭവിച്ചായിരുന്നു, ഇവർക്ക് ഇങ്ങനെ സംഭവിച്ചായിരുന്നു, അത് ചെയ്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, ഇത് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് ക്ലബ് ചെയ്തിട്ടുള്ള സംഗതികളുണ്ടല്ലോ.
അത് എനിക്ക് കുറച്ച് സ്ട്രെസ്സായിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അറ്റ് എ പോയിന്റ് ഞാനൊരു ഡിസിഷൻ എടുത്തു. പ്രഗ്നൻസി കഴിയുന്നത് വരെ എന്താണോ എൻ്റെ ഡോക്ടറും മിഡ്വൈഫും പറയുന്നത് അത് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്യുള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക്. കാരണം ഓരോ പ്രഗ്നൻസിയും ഓരോ പേരൻറ്റിങ്ങും ഓരോ ഡെലിവറിയും ഒക്കെ ഡിഫറെൻ്റ് ആണല്ലേ. ഓരോരുത്തരുടെ ബോഡിയും ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തരുടെ മൈൻഡ് സെറ്റപ്പും ഡിഫറെൻ്റ് ആണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ ഡിസിഷനിലാണ് കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ചുറ്റും ആൾക്കാർ പറയുന്നതൊക്കെ ഞാൻ ലിസൺ ചെയ്യും, പക്ഷെ അതൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ തൽക്കാലം ട്രൈ ചെയ്യാറില്ല കേട്ടോ. എനിക്കൊരു കാര്യം ഒരാൾ പറയുന്നത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഞാൻ അപ്പോൾ എൻ്റെ മിഡ്വൈഫിനായിട്ട് ഡിസ്കസ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ളൊരു തീരുമാനമാണ് ഞാൻ എടുക്കാറ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ശേഷം ലൈഫ് കുറച്ചും കൂടി ഈസി ആയിരുന്നു കേട്ടോ. എന്ത് സംശയം വന്നാലും ഞാൻ മിഡ്വൈഫിനെയാണ് വിളിക്കുള്ളൂ, അവർ പറയുന്നത് മാത്രമാണ് ഞാൻ കേൾക്കുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ എടുത്തപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ ലൈഫിലിടാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇട്ട് പോകുമ്പോൾ ഇപ്പം നല്ല സ്മൂത്തായിട്ടാണ് ആ ഒരു കാര്യം പോണം. ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒന്നും നമ്മൾ എടുക്കരുത് എന്ന്. കാരണം ഇമോഷണലി നമ്മൾ ഇത്രയും സ്റ്റേബിൾ അല്ലാത്തപ്പോൾ നമ്മൾ എടുക്കുന്ന പല ഡിസിഷൻസും മണ്ടത്തരങ്ങളായിരിക്കും. ഞാൻ ജീവിതത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ എൻജോയ് ചെയ്തിട്ട് വളരെ സന്തോഷത്തിൽ ചെയ്തിരുന്ന പല കാര്യങ്ങളും എനിക്ക് ആ 2 മാസം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. ഇതെന്തിനാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള തോന്നലുകളായിരുന്നു എനിക്ക് മൊത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ടഫായിരുന്നു. പക്ഷേ അത് റിയലൈസ് ചെയ്തതുകൊണ്ട് ആ ഒരു 2 മാസം പ്രത്യേകിച്ച് ഡിസിഷൻസ് ഒന്നും ലൈഫിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. 2 മാസം അങ്ങനെ അങ്ങോട്ട് ചുമ്മാ മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ റെഗുലറായിട്ട് വീഡിയോ ഇടുക എന്നുള്ളത് എൻ്റെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമാണ്. പക്ഷേ എനിക്കത് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു 2 മാസം. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും ക്യാമറ ഓൺ ചെയ്ത് മുന്നിലിരിക്കുമ്പോൾ ഭയങ്കര കരച്ചിൽ വരിക, റീസൺ എന്താണെന്നറിയാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പല കണ്ടന്റ്സും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ടഫായിരുന്നു. എഴുതി വെച്ചിട്ടുള്ള ഒരു സാധനം എസിഡിറ്റി. എൻ്റെ പൊന്നോ, എസിഡിറ്റി എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ എനിക്ക് വേണമെങ്കിൽ എൻ്റെ വയറിന് സപ്ലൈ കൊടുക്കാം ഇവിടെ ഗ്യാസ് കത്തിക്കാൻ. അമ്മാതിരി എസിഡിറ്റി. എന്ത് കഴിച്ചിട്ടാന്ന് മനസ്സിലാവില്ല. ഓൾറെഡി ഞാൻ കുറച്ച് അസിഡിക്കാണ്, പക്ഷെ ഇത് കുറച്ച് ടൂ മച്ച് ആയിരുന്നു. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര നെഞ്ഞുവേദന, അത് ഇത് എന്നൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ അസിഡിറ്റി ഇടയ്ക്ക് കൂടുമ്പോൾ കഴിക്കുന്ന മെഡിസിൻസ് ഉണ്ടായിരിക്കുമല്ലോ, ആ മെഡിസിൻ കഴിക്കണ്ട. കാരണം അത് നമ്മുടെ പ്രഗ്നൻസി പീരീഡിൽ അത്ര ആപ്റ്റ് അല്ല. കഴിക്കണമെങ്കിൽ കഴിക്കാം, അങ്ങനെയുള്ളൂ. അതുകൊണ്ട് ഒരു വേറെ മെഡിസിൻ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മെഡിസിൻ ഇൻടേക്ക് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതുകൊണ്ട് അങ്ങനെ മെഡിസിൻസ് കഴിക്കുന്നത് കുറവായിരുന്നു. പകരം ഈ പറഞ്ഞതുപോലെ ജീരകവെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വയറിൽ പക്ഷേ ഈ ഗ്യാസ് ഉണ്ടല്ലോ, ജീരകവെള്ളത്തിന് മൈൻഡ് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടഫായിരുന്നു. രാത്രി മൊത്തം എണീറ്റ് നടക്കുക, അങ്ങനെ ഇങ്ങനെ. അങ്ങനെ നാട്ടിൽ നിന്ന് ധന്വന്തരം വരുത്തിച്ചു. ധന്വന്തരം ഇത് മെഡിസിൻ ആവുകൊണ്ട് നമ്മൾ എപ്പോഴും കഴിക്കണ്ടെന്ന് വിചാരിച്ചു അത് വല്ലപ്പോഴും ഒക്കെയാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ അസിഡിറ്റി ഒരു വലിയ 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 വെല്ലുവിളിയായിരുന്നു, കഷ്ടപ്പാടായിരുന്നു. നാട്ടിൽ നിന്ന് അമ്മയും അച്ഛനും എനിക്ക് കുറച്ച് ബേക്കറി അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് നാട്ടിലെ ബേക്കറീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടുന്ന് ഞാൻ തീരെ സ്നാക്സിന്റെ ഭാഗത്തോട്ട് പോവുകയേ ചെയ്യാറില്ല. ഈ പറയുന്നത് പോലെ ഇപ്പോൾ എന്താ പറയുക, പൊട്ടാറ്റോ ചിപ്സോ അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന പല ക്രാക്കേഴ്സോ അങ്ങനത്തെ സാധനമൊന്നും എൻ്റെ ഒരു മേഖലയല്ല, ഞാൻ കഴിക്കുന്ന ഇതൊന്നും. പക്ഷെ നാട്ടിലെ ബേക്കറി മിക്സ്ചർ നുറുക്ക് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ക്കാളും കൂടുതൽ വിഷ്ണു കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ. അപ്പോൾ അങ്ങനെ ആയിരുന്നു ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു സ്വഭാവം ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു, റീഡിങ്. കാരണം ഇപ്പം ഈ ഒരു പ്രഗ്നൻസി, ഡെലിവറി, പേരൻറ്റിങ് ഇതൊക്കെ ഒരു പുതിയ ഫേസാണ് അല്ലേ. ഇതിനെയൊക്കെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് വിവരം വേണം എന്നെനിക്ക് തോന്നി. അപ്പോൾ എല്ലാവരുടെയും എക്സ്പീരിയൻസ് ചോദിക്കുന്നതിനേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതിൻ്റെ നല്ല 1-2 ബുക്സ് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പം ഇവിടെ 1-2
ഇങ്ങനെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവർ തരും കേട്ടോ. പേരൻറ്റിങ് റിലേറ്റഡ് ആയിട്ടും അതേപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടും ഡെലിവറി റിലേറ്റഡ് ആയിട്ടും ഒക്കെ ക്ലാസ്സസ് അവർ തരും. അങ്ങനത്തെ 1-2 ക്ലാസ്സസിന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇനിയും നമുക്ക് 1-2 ക്ലാസ്സസ് പോകാനുണ്ട്. കാരണം പേരൻറ്റിങ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഗതിയല്ലേ. കാരണം മനുഷ്യനെ ചെറുപ്പം തൊട്ട് നമ്മൾ അവരുടെ സ്വഭാവം എല്ലാം എങ്ങനെ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുമോ അത് പറ്റുന്ന രീതിയിൽ നമ്മൾ മോൾഡ് ചെയ്ത് വളർത്തിക്കൊണ്ട് വരണം എന്നുള്ളതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അത് എത്ര ജെന്റിലായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എത്ര നന്നായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് ക്ലാസ് എടുക്കുന്നതൊക്കെ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനത്തെ 1-2 ക്ലാസ്സസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ റീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ നോളേജ് ഈ ഒരു കാര്യത്തിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും 1-2 പേജൊക്കെ വായിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നല്ല രസത്തിൽ പോകുന്നുണ്ട്. നല്ല രസമാണ് ഈ പ്രഗ്നൻസിയുടെ ബുക്കൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടോ. ഓരോരോ ആഴ്ചയിൽ കുട്ടികൾ എന്തൊക്കെ ചെയ്യും അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബുക്കാണ്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്, അത് ഞാൻ നിർത്തില്ല. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര കംഫർട്ട് പൊസിഷൻ കണ്ടെത്തിയിരിക്കുന്നു, ഇങ്ങനെ ഇരുന്നിട്ട് നിർത്താതെ വർത്തമാനം പറയുക എന്നുള്ളത്. അപ്പോൾ അതായിരുന്നു വന്ന്. പിന്നെ അടുത്തൊരു കിടിലൻ സാധനം സ്റ്റാർട്ട് ചെയ്തത് ജേർണലിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഗീതുവാണ് ഈ ഒരു ബുക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത്. അപ്പൊ അതിൽ ഓരോരോ വീക്ക്ലി നമ്മുടെ മെമ്മറി നമുക്ക് പ്രോപ്പർ ആയിട്ട് അതിൽ എഴുതി വെക്കാം. അതിൻ്റെ ഒപ്പം ഞാൻ ഈ ഒരു പ്രിന്ററും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുത്ത് പ്രിന്റ് ചെയ്ത് ഞാൻ ആ ഒരു പ്രഗ്നൻസി ജേർണൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വളർന്ന് വലുതായി വരുമ്പോൾ എപ്പോഴെങ്കിലും കുട്ടിക്ക് അതൊരു ഓർമ്മ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ ഒരു രസമായിരിക്കും അവൻ അല്ലെങ്കിൽ അവൾക്കത് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പ്രഗ്നൻസി ജേർണലിംഗ് ചെയ്യുന്നുണ്ട്, രസമുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴെങ്കിലും വേറൊരു വീഡിയോയിലും കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ വിശേഷങ്ങൾ. ഒരുപാട് വർത്താനം പറഞ്ഞ് കത്തിയടിച്ച് ഞാൻ നിങ്ങളെ മടുപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ തൽക്കാലം ഞാനിങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്ന വീഡിയോ ഇനി പെട്ടെന്ന് വരുന്നില്ല, ചെറിയൊരു ബ്രേക്ക്. ഇനി നമുക്ക് കുറച്ച് ഓടിച്ചാടി പുറത്തിറന്നിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് വരാം. എനിക്ക് വർത്താനം പറയാൻ നിർത്താൻ പറ്റുന്നില്ല, എൻ്റെ ചുണ്ടിങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒരു പ്രശ്നം. തനി മലയാളി.